അഴിമതി വിഷയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും നേർക്കുനേർ. രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ ഭൂകമ്പമുണ്ടായില്ലെന്ന് നരേന്ദ്രമോദി പരിഹസിച്ചു. അഴിമതി നടത്തിയോ ഇല്ലയോ എന്ന് പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് രാഹുലും തിരിച്ചടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ സഹാറ ഗ്രൂപ്പിൽ നിന്നും ബിർള ഗ്രൂപ്പിൽ നിന്നും കോഴ കൈപ്പറ്റിയെന്ന തെളിവ് സഹിതമുള്ള ആരോപണങ്ങളുമായാണ് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി രംഗത്തുവന്നത്. നേരത്തെ പ്രശാന്ത് ഭൂഷണും മോഡിക്കെതിരെ ഇത്തരമൊരു ആരോപണവുമായി രംഗത്തു വന്നിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി കൂടി ആരോപണവുമായി രംഗത്തെത്തിയതോടെ പ്രധാനമന്ത്രിക്ക് മറുപടി പറയാതിരിക്കാനായില്ല. വാരണാസിയിൽ വെച്ച് നടന്ന ഒരു പൊതുപരിപാടിയിൽ കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മറുപടിയുമായി രംഗത്തെത്തി. ഭീകരരെ സംരക്ഷിക്കുന്നത് പോലെയാണ് പ്രതിപക്ഷം കള്ളപ്പണക്കാരെ സംരക്ഷിക്കുന്നതെന്നും ഭൂകമ്പം ഉണ്ടാകുമെന്ന് പേടിപ്പിച്ച രാഹുൽ ഗാന്ധി പ്രസംഗിക്കാനെങ്കിലും പഠിച്ചതിൽ സന്തോഷമുണ്ടെന്നും യഥാർത്ഥ ഭൂകമ്പം വരാനിരിക്കുന്നതേയുള്ളൂവെന്നും മോദി കൂട്ടിച്ചേർത്തു. എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി രംഗത്തെത്തി. താങ്കൾ എത്ര വേണമെങ്കിലും പരിഹസിച്ചുള്ളൂ എന്നും പക്ഷേ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് പോകൂ എന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. അഴിമതി ആരോപണത്തിന് മറുപടിയില്ലാത്തതിനാലാണ് പ്രധാനമന്ത്രി ഒന്നും പറയാത്തതെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗ് രാജിവെച്ചു. ആം ആദ്മി സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിനൊടുവിലാണ് രാജി. പ്രവാസികളുടെ നിക്ഷേപത്തിന് സർക്കാർ പൂർണ്ണ ഗ്യാരണ്ടി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിനെ വിശ്വസിച്ച് പ്രവാസികൾക്ക് കേരളത്തിൽ നിക്ഷേപം നടത്താമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുബായിൽ സ്മാർട്ട് സിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബിസിനസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. പ്രവാസികളുടെ നിക്ഷേപത്തിന് സർക്കാർ തന്നെയായിരിക്കും ഗ്യാരണ്ടിയെന്നും സർക്കാരിനെ പൂർണ്ണമായി വിശ്വസിച്ച് പ്രവാസി മലയാളികൾക്ക് നിക്ഷേപം നടത്താമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സർക്കാർ ഉദ്ദേശിക്കുന്നത് നിക്ഷേപിക്കുന്നവർക്കുള്ള താങ്ങായി സർക്കാർ നിൽക്കുക എന്ന് തന്നെയാണ്. അതായത് നിക്ഷേപത്തിന് സർക്കാർ തന്നെയായിരിക്കും ഗ്യാരണ്ടി. ഇഷ്ടമുള്ള മേഖലയിൽ മുതൽ മുടക്കാൻ സാധിക്കും. ഏത് നിക്ഷേപവും സർക്കാരിനെ വിശ്വസിച്ച് നിങ്ങൾക്ക് നിക്ഷേപിക്കാം. അതിൻ്റെ കൂടെ സർക്കാർ ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പായി വിശ്വസിക്കാം. പ്രവാസി സംരംഭകരെ സഹായിക്കാൻ പ്രവാസി മലയാളി നിക്ഷേപ സഹായ സെല്ലിന് രൂപം നൽകുമെന്നും വ്യവസായങ്ങൾക്കുള്ള അപേക്ഷയ്ക്കും ക്ലിയറൻസിനും ഓൺലൈൻ സംവിധാനം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UAE ഇന്ത്യൻ അംബാസഡർ നവദീപ് സിംഗ് സൂരി ബിസിനസ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. സ്മാർട്ട് സിറ്റി CEO ജാബിർ ബിൻ ഹാഫിസ്, പ്രമുഖ വ്യവസായി MA യൂസഫ് അലി, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി നെറ്റോ, മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവർ ബിസിനസ് മീറ്റിൽ പങ്കെടുത്തു. വാണിജ്യ വ്യവസായ രംഗത്തെ നിരവധി പേർ ബിസിനസ് മീറ്റിൽ പങ്കാളികളായി. ടി ജമാലുദ്ദീൻ, ദുബായ്. പ്രവാസി മലയാളി നിക്ഷേപകർക്ക് ആവേശം പകർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്മാർട്ട് സിറ്റി സംഘടിപ്പിച്ച ബിസിനസ് മീറ്റിൽ പങ്കെടുത്തത്. വാണിജ്യ വ്യവസായ രംഗത്തെ വിവിധ മേഖലകളിലെ നിരവധി പേർ ബിസിനസ് മീറ്റിൽ സംബന്ധിച്ചിരുന്നു. കേരളത്തിലേക്ക് പ്രവാസി മലയാളികളുടെ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാൻ ബിസിനസ് വഴി ആകുമെന്ന് പ്രവാസികൾ കരുതുന്നു. സമഗ്രമായ വികസന കാഴ്ചപ്പാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിസിനസ് മീറ്റിൽ അവതരിപ്പിച്ചത്. എല്ലാം കൊണ്ടും നിക്ഷേപത്തിന് അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പ്രവാസി സംരംഭകർക്ക് ധൈര്യം പകർന്നു. ഒരു ബുദ്ധിമുട്ടും നിക്ഷേപിക്കാൻ വരുന്നവർക്കുണ്ടാവില്ല. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ അവർക്ക് നേരിട്ട് ബന്ധപ്പെടാൻ, അത് ബന്ധപ്പെട്ട മന്ത്രിയുടെ ഓഫീസ് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതിന് പ്രത്യേക സംവിധാനം ഉണ്ടാകും. ആവശ്യമാണെങ്കിൽ മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് ബന്ധപ്പെടാനും ഒരു പ്രയാസവും ആ കാര്യത്തിൽ ഉണ്ടാവില്ല. സർക്കാർ തന്നെയാണ് പ്രവാസി നിക്ഷേപകർക്ക് ഗ്യാരണ്ടി എന്നത് നിക്ഷേപകർക്ക് ഏറെ ആത്മവിശ്വാസം നൽകി. മുഖ്യമന്ത്രിയുടെ വാക്കുകളെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രമുഖ വ്യവസായി MA യൂസഫ് അലി പറഞ്ഞു. ഇന്ന് അദ്ദേഹം പറഞ്ഞത് കേരള ഗവൺമെൻറ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഗ്യാരണ്ടി തരുന്നു എന്നാണ്. രാജ്യങ്ങളും തമ്മിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്ഷൻ എഗ്രിമെൻറ്റുകളുണ്ട്. അതുമാതിരി തന്നെയാണ് ഇന്ന് കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്ഷൻ ഞാൻ കേരള ഗവൺമെൻറ് തരുന്നു എന്ന് ഇവിടുത്തെ പ്രവാസി സമൂഹത്തോട് പറഞ്ഞത്. അതിൽ ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് പ്രവാസികൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുണ്ട്. അതിനുള്ള കാലാവസ്ഥ
സംജാതമാക്കാൻ വേണ്ടി ഒരു ഇൻഡസ്ട്രിയൽ പോളിസിക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റിയുടെ നേതൃത്വത്തിലാണ് ദുബായ് എമിറേറ്റ്സ് ടവറിൽ ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചത്. ദുബായ് സർക്കാരിന്റെ നിറഞ്ഞ പിന്തുണയോടെയാണ് ബിസിനസ് മീറ്റ് എന്നതും പ്രവാസി നിക്ഷേപകർക്ക് കരുത്തു പകർന്നു. പ്രവാസി മലയാളി നിക്ഷേപകർക്ക് ഏറെ ആത്മവിശ്വാസം പകർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിസിനസ് മീറ്റിൽ സംസാരിച്ചത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളെ പ്രവാസികൾ സ്വാഗതം ചെയ്തു. ദുബായിൽ നിന്ന് ക്യാമറമാൻ ഡി ജോസിനൊപ്പം ടി ജമാലുദ്ദീൻ. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗ് രാജിവെച്ചു. ആം ആദ്മി സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിനൊടുവിലാണ് രാജി. വിശദാംശങ്ങളുമായി എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, രാജിക്ക് ഇടയാക്കിയ ഒട്ടേറെ സംഭവങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, ഏറ്റവും ഒടുവിൽ ഇപ്പോഴിതാ രാജി, മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്? പ്രജീഷ്, ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗും അരവിന്ദ് കെജ്രിവാളുമായുള്ള കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിലുണ്ട്. ഡൽഹി അധികാരം ആർക്ക് എന്നത് സംബന്ധിച്ചുള്ള ഒരു സുപ്രീം കോടതി വളരെ കേസ് നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇവർ തമ്മിലുള്ള തർക്കവും വളരെ പരസ്യമാണ്. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹം രാജി സമർപ്പിച്ചതിനു ശേഷം ഡൽഹി മാധ്യമപ്രവർത്തകർക്കായി ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. അതിൽ അറിയിച്ചിരിക്കുന്നത് അധ്യാപനത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് രാജി എന്നതാണ്. 1 വർഷത്തോളം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്നു. ആ കാലയളവിൽ ഡൽഹി ജനത നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയുന്നു, പ്രധാനമന്ത്രിക്ക് നന്ദി പറയുന്നു എന്നൊക്കെ അദ്ദേഹം രാജിക്കത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണമായി ആകെ പറയുന്നത് ഇത് മാത്രമാണ്. എന്തായാലും ലഫ്റ്റനന്റ് ഗവർണറുടെ രാജിയോട് അരവിന്ദ് കെജ്രിവാൾ അല്പസമയം മുമ്പ് പ്രതികരിച്ചു. അപ്രതീക്ഷിതം എന്നാണ് അദ്ദേഹം പറയുന്നത്. BJP ആകട്ടെ നജീബ് ജംഗിന് പകരം ആളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ലഭിക്കുന്ന ഒരു പ്രകാരം അൽഫോൺസ് കണ്ണന്താനം ഈ ലഫ്റ്റനന്റ് ഗവർണറായുള്ള പരിഗണനയിൽ മുൻഗണനയിൽ തന്നെയുണ്ട്. നേരത്തെ അദ്ദേഹത്തെ മറ്റൊരു സ്ഥാനം കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു, പക്ഷെ പിന്നീട് പിൻവലിച്ചു വന്നു. ഈ സാഹചര്യത്തിലാണ് കണ്ണന്താനത്തെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറായി പരിഗണിക്കുന്നത്. കൂടാതെ ഡൽഹിയിലെ ഡെവലപ്മെന്റ് ഓഫീസർ എന്ന നിലയിൽ IAS കാലത്ത് അദ്ദേഹം ഏറെ ശ്രദ്ധേയനായിരുന്നു. ഇതുകൂടി ഡൽഹിയിലെ പരിചയം കൂടി കണക്കിലെടുത്താണ് കണ്ണന്താനത്തിന് മുൻഗണന ഇപ്പോൾ നൽകുന്നത്. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. തിയേറ്ററുകളിൽ ഓടുന്ന മലയാള ചിത്രങ്ങൾ പിൻവലിക്കില്ലെന്ന് നിർമ്മാതാക്കൾ. അന്യഭാഷാ ചിത്രങ്ങൾ തിയേറ്ററുകൾ കൈയടക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് തിങ്കളാഴ്ച ചേരുന്ന യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. വിവരങ്ങൾ ഉമേഷ് നൽകും. ഉമേഷ്, ഇക്കാര്യത്തിൽ നിർമ്മാതാക്കൾക്കിടയിൽ നേരത്തെ സംസാരിച്ച രഞ്ജിത്ത് അടക്കമുള്ളവർ ഒരു അഭിപ്രായ വ്യത്യാസം പറയുന്നുണ്ട്. പൂർണ്ണമായി എല്ലാവരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണോ തൽക്കാലം പിൻവലിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? പ്രതീക്ഷ, തിയേറ്റർ വിഹിതത്തെ ചൊല്ലി നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും തമ്മിൽ നിലനിൽക്കുന്ന തർക്കത്തെ തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കുകയും ക്രിസ്മസ് റിലീസുകൾ മാറ്റിവെക്കുകയും നേരത്തെ തന്നെ ചെയ്തിരുന്നു. ഇതിനു പുറമെ നിലവിലോടുന്ന ചിത്രങ്ങൾ പിൻവലിക്കാനും നിർമ്മാതാക്കൾ തമ്മിൽ ഏകദേശ ധാരണ എത്തിയിരുന്നു. എന്നാൽ ഇതൊരു ഔദ്യോഗിക തീരുമാനം അവർ എടുത്തിട്ടില്ല. A ക്ലാസ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ എക്സിബിറ്റേഴ്സ് ഫെഡറേഷന് കീഴിലെ 300-ലധികം തിയേറ്ററുകളിൽ നിലവിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുലിമുരുകൻ, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ അടക്കമുള്ള സിനിമകൾ നാളെ മുതൽ പിൻവലിക്കാമെന്നതായിരുന്നു അനൌദ്യോഗിക ധാരണ. എന്നാൽ അത്തരം കടുത്ത നിലപാടിലേക്ക് പോകുന്നത് അന്യഭാഷാ ചിത്രങ്ങൾക്ക് ഗുണകരമാകുമെന്ന വിലയിരുത്തലിലാണ് ഈ തീരുമാനം തൽക്കാലം നിർമ്മാതാക്കൾ ഉപേക്ഷിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് തിങ്കളാഴ്ച ചേരുന്ന നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും യോഗത്തിലാണ് അന്തിമ തീരുമാനം ഉണ്ടാവുക. തിയേറ്റർ വിഹിതത്തെ ചൊല്ലിയുള്ള തർക്കപരിഹാരത്തിന് മന്ത്രിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നെങ്കിലും അത് തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് തുടർ നടപടികൾ സംബന്ധിച്ച അന്തിമ ധാരണയിൽ എത്തുന്നതിന് തിങ്കളാഴ്ച യോഗം ചേരുന്നത്. പ്രജീഷ്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സഹകരണ ബാങ്കുകളിലെ ഏത് പരിശോധനയെയും സ്വാഗതം ചെയ്യുന്നു. പരിശോധനയിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ അത് ബോധ്യപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും മന്ത്രി പ്രതികരിച്ചു. സഹകരണ ബാങ്കുകളെ കരിവാരി തേക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാരും BJP നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതു തരത്തിലുള്ള അന്വേഷണത്തെയും യഥാർത്ഥത്തിൽ ഗവൺമെൻറ് സ്വാഗതം ചെയ്യുകയാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും രാഷ്ട്രീയമായിട്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള അന്വേഷണമാണെങ്കിൽ പോലും ആ അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം BJPയും കേന്ദ്ര ഗവൺമെൻറ്റും സൃഷ്ടിച്ചതായിട്ടുള്ള പുകമറ അത് അവസാനിപ്പിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ നടത്തുന്ന ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പറയുന്നതെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അവർ സഹകരണ മേഖലയിൽ അന്വേഷണം നടത്തിക്കോട്ടെ, സ്വാഗതം ചെയ്യുകയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറാകും. അത് സെൻട്രൽ ഗവൺമെൻറ് അത് ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഞങ്ങളുടെ അന്വേഷണത്തിൽ ഈ പോരായ്മ കണ്ടെത്തിയെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മതി.
പണവും വസതിയിൽ നിന്നും ആദായനികുതി വകുപ്പ് പിടികൂടിയ പി രാമമോഹന റാവുവിനെ തമിഴ്നാട് ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റി. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ആദായനികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ കോടിക്കണക്കിന് രൂപയുടെ കണക്കിൽപ്പെടാത്ത പുതിയ നോട്ടുകൾ കണ്ടെത്തി. ദില്ലിയിലെ സ്വകാര്യ ബാങ്കിൽ വ്യാജ കമ്പനികളുടെ പേരിൽ കോടികളുടെ നിക്ഷേപമുള്ളതായും എൻഫോഴ്സ്മെന്റ് കണ്ടെത്തി. BJP നേതാവ് ജനാർദ്ദൻ റെഡ്ഡിയുടെ വസതിയിൽ റെയ്ഡ് നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. രാജ്യത്തെ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ആദായനികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ കോടിക്കണക്കിന് രൂപയുടെ കണക്കിൽപ്പെടാത്ത പുതിയ നോട്ടുകളാണ് കണ്ടെത്തിയത്. ദില്ലിയിലെ സ്വകാര്യ ബാങ്കിൽ നടത്തിയ റെയ്ഡിൽ വ്യാജ കമ്പനികളുടെ പേരിൽ കോടികളുടെ നിക്ഷേപമുള്ളതായി കണ്ടെത്തി. കണക്കിൽപ്പെടാത്ത 60 കോടിയിലധികം രൂപയാണ് ഈ അക്കൗണ്ടുകളിലുള്ളത്. കരോൾ ബാഗിലെ നിർമ്മാണ കമ്പനിയുടെ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ നിന്ന് 1.4 കോടി രൂപയുടെ വ്യാജപണം കണ്ടെത്തി. ഇതിൽ 8 ലക്ഷം രൂപയും പുതിയ നോട്ടുകളാണ്. 500 കോടി രൂപ ചെലവഴിച്ച് മകളുടെ വിവാഹം നടത്തിയ BJP നേതാവ് ജനാർദ്ദൻ റെഡ്ഡിയുടെ വസതിയിലും ആദായനികുതി വകുപ്പ് റെയ്ഡ് നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ലെന്ന് അറിയിച്ചു. ബംഗളൂരുവിലെ IT കമ്പനി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 2.25 കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത പണം പിടിച്ചെടുത്തു. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് 1.34 കോടി രൂപയും പിടികൂടി. ചെന്നൈ വെയർഹൌസ് കോർപ്പറേഷൻ MDയും IAS ഉദ്യോഗസ്ഥനുമായ നാഗരാജന്റെ വസതിയിൽ നിന്ന് 6 കിലോ സ്വർണവും 1.25 കോടി രൂപയും ആദായനികുതി വകുപ്പ് കണ്ടെത്തി. 30 ലക്ഷത്തിന്റെ അനധികൃത പുതിയ നോട്ടുകളും 5 കിലോ സ്വർണവും പിടികൂടിയ തമിഴ്നാട് ചീഫ് സെക്രട്ടറി പി രാമമോഹന റാവുവിനെ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സർക്കാർ മാറ്റി. പകരം ഗിരിജ വൈദ്യനാഥനാണ് തമിഴ്നാടിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. ന്യൂസ് ബ്യൂറോ, ദില്ലി. മനുഷ്യക്കടത്ത് കേസ് പ്രതി ഉൾപ്പെടെ കള്ളപ്പണം വെളുപ്പിക്കൽ സംഘം കൊച്ചിയിൽ പിടിയിൽ. നെടുമ്പാശ്ശേരി മനുഷ്യക്കടത്ത് കേസ് പ്രതി ലിസി സോജൻ അടക്കം 4 അംഗ സംഘത്തെയാണ് ആദായനികുതി വകുപ്പ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയത്. ഇവരിൽ നിന്നും 10 കോടി രൂപയുടെ ചെക്ക് കണ്ടെടുത്തു. 4 അംഗ സംഘത്തെ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരികയാണ്. കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തു നിന്നാണ് ഇൻകം ടാക്സ് ഇന്റലിജൻസ് വിഭാഗം 4 അംഗ സംഘത്തെ പിടികൂടിയത്. നെടുമ്പാശ്ശേരി മനുഷ്യക്കടത്ത് കേസ് പ്രതി ലിസി സോജൻ, ജിജോ, ബിനോയ്, ഡെന്നിസ് എന്നിവരാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ച 2 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ നിന്ന് പണമൊന്നും കണ്ടെത്തിയിട്ടില്ല. എന്നാൽ 10 കോടി രൂപയുടെ ചെക്ക് പിടിച്ചെടുത്തിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇവരുടെ ലക്ഷ്യമെന്ന് ആദായനികുതി വകുപ്പിന് സൂചന ലഭിച്ചിരുന്നു. ലിസി സോജന്റെ ഫോൺ സംഭാഷണം ചോർത്തിയതിൽ നിന്നും ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 4 പേരെയും കസ്റ്റഡിയിലെടുത്തത്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരായി ഇവർ പ്രവർത്തിച്ചിരുന്നതായാണ് ആദായനികുതി വകുപ്പിന് ലഭിച്ചിരിക്കുന്ന വിവരം. പണം വെളുപ്പിക്കുമ്പോൾ 5% കമ്മീഷൻ ഇവർക്ക് ലഭിച്ചിരുന്നതായും സൂചനയുണ്ട്. 4 പേരെയും ആദായനികുതി വകുപ്പ് ഇന്റലിജൻസ് വിഭാഗം ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസം ഇടപ്പള്ളിയിൽ നിന്നും അസാധു നോട്ടുകൾ നിക്ഷേപിക്കാൻ വൈകിയതിന്റെ വിശദീകരണം ചോദിച്ച ബാങ്കിന് ഉപയോക്താവ് നൽകിയ ചുട്ട മറുപടി ജനങ്ങൾ ഏറ്റെടുത്തു. സംഭവം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറി. മുംബൈ സ്കൂൾ ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് പ്രൊഫസറും ഡീനുമായ R. രാംകുമാറാണ് മോദി സർക്കാരിനെ വീട്ടിലാക്കിയത്. അനാവശ്യ പരിഭ്രാന്തി കാട്ടി ബാങ്കിൽ തിരക്ക് കൂട്ടരുതെന്നും സാവകാശം നിക്ഷേപിച്ചാൽ മതിയെന്നുമുള്ള സർക്കാർ മുന്നറിയിപ്പ് കണക്കിലെടുത്താണ് പ്രൊഫസർ രാംകുമാർ കുറച്ചു ദിവസം കാത്തിരുന്നത്. ഇതിനായി ഡിസംബർ 30 വരെ സർക്കാർ സമയം അനുവദിച്ചിരുന്നു. എന്നാൽ പിന്നീട് കേന്ദ്ര സർക്കാർ മലക്കം മറിയുകയായിരുന്നുവെന്നും തന്റെ നിലപാടിൽ മാറ്റമില്ലെന്നും രാംകുമാർ വ്യക്തമാക്കി. എന്റെ കയ്യിൽ കുറച്ച് 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ ഉണ്ടായിരുന്നു. അത് ഡിസംബർ 30 വരെ സമയമുണ്ട് എന്ന് നേരത്തെ അറിയിപ്പ് വന്നിരുന്നത് കൊണ്ട് തന്നെ ഞാനത് മെല്ലെ പോവാം, 30-ാം തീയതിക്ക് മുമ്പ് എപ്പോഴെങ്കിലും പോകാം എന്ന രീതിയിൽ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഈ 59-ാമത്തെ അറിയിപ്പ് വരുന്നത്. അപ്പോൾ ഇനി ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ചിലപ്പോൾ 30-ാം തീയതിക്ക് മുമ്പ് തന്നെ ഈ ഡേറ്റ് ക്ലോസ് ചെയ്ത് കളയുമോ എന്ന ഒരു പേടി എനിക്ക് സ്വാഭാവികമായിട്ടുണ്ടായി. അതുകൊണ്ടാണ് അന്ന് രാവിലെ തന്നെ ഞാൻ ഓടിച്ചെല്ലുന്നത് ബാങ്കിലേക്ക്, എൻ്റെ കയ്യിലുള്ള പൈസയും കൊണ്ട്. എന്നെപ്പോലെ വളരെ ഒരു 8-10 പേരും അന്ന് ആ ബാങ്ക് ബ്രാഞ്ചിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആ കാഷ്യർ തന്നത് ഒരു വെള്ള കളറിലുള്ള ഒരു ഫോം ഞങ്ങളുടെ കയ്യിലേക്ക് തരികയും എന്തുകൊണ്ട് ഇത് ഇത്രയും താമസിച്ചു വരാൻ എന്നുള്ളതിന് കാരണം അതിലെഴുതി ഒപ്പിട്ട് കൊടുക്കണം എന്ന രീതിയിലുള്ള ഒരു ഫോമായിരുന്നു ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള വളരെ ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് അതിൽ ഞാൻ എഴുതിയത്. അസാധു നോട്ടുകൾ ബാങ്കിൽ നൽകുന്നതിന് ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണമനുസരിച്ച് നോട്ടുകൾ കൈമാറാൻ വൈകിയതിന് കാരണം എഴുതണം. 5000 രൂപയിൽ കൂടുതലുള്ള പഴയ നോട്ടുകൾ ഒറ്റത്തവണയെ അക്കൗണ്ടിൽ ഇടാനാവൂ. ഇങ്ങനെ നിക്ഷേപിക്കുന്നവരെ ചുരുങ്ങിയത് 2 ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വിശദമായി ചോദ്യം ചെയ്യണമെന്നും സർക്കാർ നിർദ്ദേശം വന്നിരുന്നു. പഴയ പ്രഖ്യാപനത്തിന് ഘടകവിരുദ്ധമായാണ് പുതിയ നിർദ്ദേശങ്ങൾ. എന്നാൽ രാംകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായതോടെ ഉത്തരവ് പിൻവലിച്ച് തൽക്കാലം തടി തപ്പുകയായിരുന്നു കേന്ദ്ര സർക്കാർ. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ.
റെഡ് ക്രോസ് അഴിമതിയിൽ മുൻ ഭാരവാഹികളായ സുനിൽ സി കുര്യനും ചെമ്പഴന്തി അനിലിനുമെതിരെ ക്രൈംബ്രാഞ്ചിന്റെ എഫ്ഐആർ. വ്യക്തിപരമായ ആവശ്യത്തിനായി റെഡ് ക്രോസിന്റെ പണം ഇരുവരും പിൻവലിച്ചതായി എഫ്ഐആറിൽ പരാമർശം. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് 4 മാസം കൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. റെഡ് ക്രോസിലെ സാമ്പത്തിക തിരിമറിയെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് മുൻ ചെയർമാൻ സുനിൽ സി കുര്യൻ, ജനറൽ സെക്രട്ടറി ചെമ്പഴന്തി അനിൽ, മുൻ വൈസ് ചെയർമാൻ രജിത് രാജേന്ദ്രൻ എന്നിവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. റെഡ് ക്രോസിൽ നടക്കുന്ന അഴിമതിയെപ്പറ്റി മുൻ മാനേജിംഗ് കമ്മിറ്റി അംഗം സി ഭാസ്കരൻ സമർപ്പിച്ച പരാതിയിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. UDF സർക്കാരിന്റെ കാലത്ത് KA ബീന IAS നടത്തിയ അന്വേഷണത്തിൽ റെഡ് ക്രോസിൽ ക്രമക്കേട് നടക്കുന്നതായി റിപ്പോർട്ട് നൽകിയിരുന്നു. ഭാരവാഹികൾ റെഡ് ക്രോസിന്റെ പണം ഉപയോഗിച്ച് സ്വന്തം പേരിലെ ചിട്ടി അടച്ചതായും പണാപഹരണം നടത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. സ്റ്റാമ്പ് വിൽപ്പനയിലൂടെ ലഭിച്ച പണം മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ചെലവഴിക്കുകയും അക്കൗണ്ടുകൾ ആരംഭിക്കുകയും ആഡംബര വാഹനങ്ങൾ വാങ്ങിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 409, 477A, 420, 34 IPC എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമർത്തിയിരിക്കുന്നത്. അഴിമതിയെ തുടർന്ന് റെഡ് ക്രോസിന്റെ കേരള ഘടകം പിരിച്ചുവിട്ട് ഗവർണർ പ്രസിഡന്റായ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. പ്രമുഖ കോൺഗ്രസ് നേതാവായ ചെമ്പഴന്തി അനിലും സുനിൽ സി കുര്യനും ചേർന്നാണ് റെഡ് ക്രോസിന്റെ ഭരണം നിർവഹിക്കുന്നതെന്ന് ക്രൈംബ്രാഞ്ച് DYSP അനിൽകുമാറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം 4 മാസം കൊണ്ടാണ് കേസ് അന്വേഷണം പൂർത്തീകരിച്ച് എഫ്ഐആർ സമർപ്പിച്ചിരിക്കുന്നത്. ജീവൻകുമാർ, തിരുവനന്തപുരം. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പനെ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം 25-ന് തങ്കയങ്കി സന്നിധാനത്തെത്തും. 26-നാണ് മണ്ഡലപൂജ. ദേവസ്വം ബോർഡ് അധികൃതരുടെ നേതൃത്വത്തിൽ തങ്കയങ്കി ഏറ്റെടുത്ത് സായുധ പോലീസിന്റെ അകമ്പടിയോടെ പ്രത്യേക രഥത്തിലാണ് ഘോഷയാത്ര.